ഹായ് ഫ്രണ്ട്സ്, ഫിഷ് കണ്ടർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസുകാർ എന്നാൽ നമ്മുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും കാവൽക്കാരാണ്. എന്നാൽ അവർ ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെയും കാവൽക്കാരാകുന്നു. ഈ കാര്യത്തിൽ ഒരു മികച്ച മാതൃകയാണ് വണ്ടർമേട് പോലീസ് സ്റ്റേഷൻ. ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. വിഷമില്ലാത്ത മീനും വിഷമില്ലാത്ത പച്ചക്കറിയും ഇവിടെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടർമേട് പോലീസ് സ്റ്റേഷനിൽ ആണ്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത പച്ചക്കറികൾ കാണാം. കൂട്ടായ ശ്രമവും നല്ല സംഘാടനവും ഇതിൻ്റെ പിന്നിലുണ്ട്. അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ വേനൽക്കാലത്തും ഇത്രയും നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞത്. ഇവിടുത്തെ മെസ്സിലേക്കുള്ള മുഴുവൻ പച്ചക്കറിയും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. അതിശയകരമായ ഒരു കാര്യം, ഈ പച്ചക്കറിത്തോട്ടത്തിൻ്റെയും മീൻകുളത്തിൻ്റെയും ചിലവുകൾ ഇതുവരെ ഇവർ സ്വന്തമായി വഹിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ വണ്ടർമേട് പോലീസ് സ്റ്റേഷനിലെ റെജിമോൻ സാറിനെയും അനീഷ് സാറിനെയും നമുക്ക് പരിചയപ്പെടാം. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇതാണ് അനീഷ് സാറ്, മറ്റേത് റെജിമോൻ സാറാണ്. ഇവർ ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ ചില കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കും. ഇതിനകത്ത് വെള്ളം എവിടെ നിന്ന് വരുന്നു, എന്താണ് വെള്ളത്തിൻ്റെ ഒരു സോഴ്സിനെ കുറിച്ച് വിശദീകരിക്കാം? വെള്ളത്തിൻ്റെ സോഴ്സ് നമുക്ക് നിലവിലിപ്പം നമ്മുടെ കുഴൽക്കിണറുണ്ട്. കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളം ഇതിനകത്തേക്ക് അടിച്ച് ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് ഷോർട്ടേജുള്ള സമയത്ത് നമുക്ക് പുറത്തുനിന്ന് വെള്ളം എത്തിക്കാൻ ഇവിടെ അടുത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ വീടുണ്ട്, അവിടെ നിന്നുള്ള വെള്ളം ഇവിടെ എത്തി. ഇപ്പോൾ ഈ ഓസിലൂടെ ഇപ്പോൾ ഈ ചാടുന്ന വെള്ളം ഇതെന്താണ്, ഇതെങ്ങനെ വെള്ളം ചാടുന്നത്? ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എയർ ബബിൾസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനുള്ള വെള്ളം തന്നെ ഒരു 1 HP മോട്ടർ വെച്ചിട്ട് അടിച്ച് ഇതിനകത്തേക്ക് തിരിച്ച് വെള്ളം ഇറക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് കുറച്ചുകൂടെ ഉയർത്തി വേണം, ഒരു 5 അടി പൊക്കത്തിൽ നിന്നും വേണം ചാടിക്കാനായിട്ട്. നമുക്ക് പൂവാളിയും അതിൻ്റെ ഒരു പൂവാളിയുടെ ഒരു സെറ്റപ്പോട് കൂടി വേണം ഇത് ചാടിക്കാനായിട്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് അത് ചെയ്യാം. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് പച്ചക്കറിയുടെ ഒരു സംവിധാനങ്ങൾ തുടങ്ങുന്നത്. പച്ചക്കറി അത് അക്വാഫോണിക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവിടെ കാണുന്ന നമ്മുടെ നല്ലൊരു തോട്ടമാണ്. ആ തോട്ടത്തിലേക്ക് ഈ വെള്ളം പമ്പ് ചെയ്ത് വേറൊരു ഇതില്ലാതെ തന്നെ, നമുക്കൊരു വളത്തിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ഈ വെള്ളം കൊണ്ട് മാത്രം നമുക്ക് അക്വാഫോണിക് രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അറിവുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ നിന്നുള്ള വെള്ളം പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. സാറേ, ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് നിക്ഷേപിച്ചപ്പോൾ ഇത് എത്ര മാസം വളർച്ചയൊരു? ഇതിപ്പോൾ ഒരു 3 മാസം വളർച്ചയുള്ള കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. നമ്മൾ വേറെ ഒരു ടാങ്കിനകത്ത് ഇട്ടിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടിട്ടാണ്. ഇപ്പോൾ ആ കാണുന്നതെല്ലാം ഏതാണ്ട് ഒരു 1.5 മാസത്തോളം വളർച്ചയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ 2 ഇതായിട്ടാണ് കിടക്കുന്നത്. എത്രത്തോളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടെ എല്ലാ ഐറ്റം മീനും കൂടി എത്ര? ഇപ്പോൾ ഒരു 1200ഓളം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും അക്വാഫോണിക് ചെയ്തുകൊണ്ട് മഴക്കാലമാകുന്നതോട് കൂടിയിട്ട് കൂടുതൽ നമുക്കിപ്പോൾ വെള്ളം ഈ വേനലാണ്, നമുക്ക് ഒരുപാട് നമ്മുടെ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല, കടുത്ത വരൾച്ച വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ കൂടുതൽ മീനെ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ഈ കുളത്തിൽ ആവശ്യത്തിലധികം ഇപ്പം തീറ്റ ഉള്ളതുകൊണ്ട് മീൻ അങ്ങനെ എടുക്കാൻ വരുന്നില്ല അല്ലേ? തീറ്റ ഇതുള്ളതുകൊണ്ടാണ്. മാത്രമല്ല ഈ വൈകുന്നേരം നമ്മൾ സമയം ഒരു 6-6:30 സമയത്താണ് സാർ. അപ്പോൾ സാർ വിശദീകരിച്ചില്ല, മുൻകാലങ്ങളിൽ ഇവിടെ പച്ചക്കറിത്തോട്ടത്തിൽ ധാരാളം പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്നു പറഞ്ഞല്ലോ. അത് എന്തുദ്ദേശത്തിലാണ് ഉൽപ്പാദിപ്പിച്ചത്? എങ്ങനെയാണ് ആ പച്ചക്കറികൾ എങ്ങനെ ഉപയോഗിച്ചു? അത് ആദ്യമായിട്ട് നമ്മളൊരു 1-2 ഐറ്റം പച്ചക്കറി കൃഷി ചെയ്ത് തുടങ്ങിയിരുന്നു. ആ തുടങ്ങിയ സമയത്ത് നമുക്ക് മെസ്സിൽ ഉപയോഗിച്ചാൽ ജൈവ പച്ചക്കറി കൃഷി രീതി അവലംബിച്ചത്. അപ്പോൾ മെസ്സിൽ ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുള്ള ധാരണയിൽ നമ്മൾ മെസ്സിലേക്ക് ആദ്യം എടുത്തു. അതിനുശേഷം എല്ലാവരുടെയും തീരുമാനപ്രകാരം കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്തു. അത് ഇവിടെയുള്ള പോലീസുകാർ മെസ്സിൽ ഉപയോഗിക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10 എല്ലാ ഇതിലും തന്നെ നമ്മൾ നട്ട എല്ലാ കൃഷിയിലും തന്നെ നല്ല രീതിയിലുള്ള മെസ്സിലേക്ക് ആവശ്യപ്പെട്ട എല്ലാ പച്ചക്കറികളും എല്ലാ പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ചു. മല്ലിയില വരെ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. സുഹൃത്തുക്കൾ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ ഒരു മാതൃകയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിലും അത് വിഷമില്ലാതെ കഴിക്കുന്നതിലും ഈ പോലീസ് സ്റ്റേഷൻ നമുക്കൊരു മാതൃകയാകുകയാണ്. മീൻകുളം ഇതിൻ്റെ പരിപാലനത്തോട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് ആരെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്? ഉണ്ട്. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മൾ സനൽകുമാർ എന്ന് പറയുന്ന സാറുണ്ട്. സനൽകുമാർ സാറ്, ജോസഫ് സാറ്, റജി സാറ്, അങ്ങനെ 5-6 പേര് മുൻനിര നിൽക്കുന്നു. നൗഷാദ് സാറുണ്ടായിരുന്നു.
സുമേഷ് സാറുണ്ട്. അപ്പോൾ എല്ലാവരും മുൻനിര നിൽക്കാൻ കുറേ പേരുണ്ട്. അതോടൊപ്പം എല്ലാവരും കൂട്ടായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവർക്ക് ഇതൊരു അക്വാഫോണിക്സ് ആക്കി രൂപപ്പെടുത്താൻ താല്പര്യമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കുമളി ഫിഷറീസ് ഓഫീസ് കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ പുറ്റടിയിലെ കൃഷി ഓഫീസും ഇവരെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ സംരംഭം നല്ല വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു വെച്ചെല്ലാം ഞങ്ങൾക്കൊരു മാതൃകയാണ്. ഇത് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായിരിക്കും. വിഷമില്ലാത്ത മീനും അതുപോലെ തന്നെ പച്ചക്കറിയും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് ആവശ്യത്തിന് വേണ്ടി കഴിക്കാനും ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഫ്രണ്ട്സ്, മനുഷ്യ മനസ്സുകളിൽ നന്മയുടെ കിരണങ്ങൾ ചൊരിയുന്ന ഈ പോലീസുകാരെ നമുക്ക് എന്നും ബഹുമാനിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.